അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഖുർആനിലെ സ്ത്രീകളുടെ ഡ്രസ്സിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ സാധാരണയായിട്ട് ഹിജാബ് എന്ന് പറയുന്നത് ഖുർആനിൽ മെൻഷൻ ചെയ്തേക്കുന്നത് ഹിമാർ എന്നാണ്. ഖുർആനിൽ ഒരുപാട് തവണ ഹിജാബ് എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലല്ല, സ്ത്രീകളുടെ. എന്താണെന്ന് അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹിമാറിനെ പറ്റി ഖുർആനിൽ പറഞ്ഞത് നോക്കാം. സൂറത്ത് അൻ-നൂറിലെ 31-ാമത്തെ ആയത്തിലാണ് ഹിമാറിനെ പറ്റി പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ആയത്ത് ഇറക്കപ്പെടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നോക്കാം. ഈ ആയത്ത് റിവീൽ ചെയ്തത് മദീനയിലാണ്. ആ സമയത്തൊക്കെ അവിടുത്തെ സ്ത്രീയും പുരുഷന്മാരും പ്രീ ഇസ്ലാമിക് അറേബ്യൻ, അതായത് ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള അറബിയിലെ ആൾക്കാരുടെ കസ്റ്റംസും കൾച്ചറുമായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴത്തെ സ്ത്രീകളെല്ലാം ലോവർ ഗാർമെൻറ്റ്സ് എല്ലാം ഇടുകയും പിന്നെ ഹിമാർ, തലയിലിടുന്ന ഹിമാർ, അതായത് സ്കാർഫ്, ആ സ്കാർഫ് ബേക്കിലോട്ട് ഷോൾഡറിൻ്റെ ബേക്കിൽ വെച്ച് കെട്ടിയിടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവരുടെ കഴുത്തും ചെസ്റ്റുമൊക്കെ വെളിയിൽ പ്രദർശനമാവുമായിരുന്നു. ഈ സമയത്താണ് ഈ ആയത്ത് ഇറക്കപ്പെട്ടത്. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ അർത്ഥം നോക്കാം. വകുല്ലിൽ മുഅ്മിനാത്തി, സത്യവിശ്വാസിനികളോട് പറയുക, യഉളുന മിൻ അബ്സാരിഹിന്ന, അവരുടെ നോട്ടങ്ങളെ താഴ്ത്തിക്കളയുവാനും, വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരുടെ രഹസ്യാവയവങ്ങളെ സംരക്ഷിക്കുവാനും, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ വഹറ മിൻഹ, അവരുടെ സൗന്ദര്യവും അതിനോടനുബന്ധിച്ചുള്ള അലങ്കാരങ്ങളിൽ നിന്നും പുറത്ത് കാണിക്കുന്നതൊഴികെ മറ്റൊന്നും വെളിപ്പെടുത്തരുത്. വൽ യദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ ഹിമാർ അവരുടെ നെഞ്ചിന്മീതെ മൂടിക്കൊള്ളുവാനും, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഊലതിഹിന്ന, അവരുടെ അലങ്കാരം അവരുടെ ഭർത്താക്കന്മാർക്കല്ലാതെ മറ്റാർക്കും വെളിപ്പെടുത്തരുത്. ഔ ആബാഇഹിന്ന, അല്ലെങ്കിൽ അവരുടെ പിതാക്കൾക്ക്, ഔ ആബാഇ ബുഊലതിഹിന്ന, അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരുടെ പിതാക്കൾക്ക്, ഔ ആബാഇഹിന്ന, അവരുടെ പുത്രന്മാർക്ക്, ഔ അബ്നാഇ ബുഊലതിഹിന്ന, അവരുടെ ഭർത്താക്കന്മാരുടെ പുത്രന്മാർക്ക്, ഔ ഇഖ്വാനിഹിന്ന, അവരുടെ സഹോദരന്മാർക്ക്, ഔ ബനി ഇഖ്വാനിഹിന്ന, അവരുടെ സഹോദര പുത്രന്മാർക്ക്, ഔ ബനി അഖവാതിഹിന്ന, അവരുടെ സഹോദരീ പുത്രന്മാർക്ക്, ഔ നിസാഇഹിന്ന, അവരുടെ സ്ത്രീ സുഹൃത്തുക്കൾക്ക്, ഔ മാ മലകത്ത് ഐമാനുഹുന്ന, അവരുടെ വലതുകൈകളുടെ ഉടമസ്ഥതയിലുള്ളവർക്ക്, അതായത് അടിമകൾക്ക്, അവിത്താബിഈന ഒയ്രി ഊലിൽ ഇർബത്തി മിനർ റിജാലി, സ്ത്രീകളോടുള്ള ആകർഷണമില്ലാത്ത പുരുഷാനുയായികൾക്ക്, അവിത്തിഫ്ലില്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാഇ, സ്ത്രീകളുടെ നഗ്നതയെ മനസ്സിലാക്കാത്ത ചെറുകുട്ടികൾക്ക്, വലാ യളിരിബ്ന ബി അർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന, അവരുടെ കാലുകൾ അടിച്ചു പോകരുത്, അവൾ മറച്ചുവെക്കുന്ന അലങ്കാരം അറിവിലാവാതിരിക്കാൻ. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളെ നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഹിമാർ എന്താണെന്ന് മനസ്സിലായി കാണും. നമ്മുടെ സാധാ ഇടുന്ന ഹിജാബ് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ മറച്ചിടുകയാണെങ്കിൽ അതിനെയാണ് ഹിമാർ എന്ന് പറയുന്നത്. ഈ ആയത്തിലൂടെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ സ്ത്രീകളിൽ ആരെയും അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല ഹിജാബ്. സത്യവിശ്വാസിനികളോട് പറയുക എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ആരോടും അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവർ ഇത് കേൾക്കണം, അനുസരിക്കാത്തവർ ഇത് കേൾക്കണ്ട. ഖുർആനിലെ അടുത്ത വസ്ത്രധാരണത്തിനെ പറ്റി പറയുന്ന ആയത്താണ് പറയാൻ പോകുന്നത്. അത് ജിൽബാബിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ് അള്ളാഹു വസ്ത്രധാരണം ഇത്ര ഇമ്പോർട്ടൻ്റായി കൊടുത്തേക്കുന്നതെന്ന്, അത് ആർക്കു വേണ്ടിയാണെന്ന്. സൂറ അൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്താണ് ഇത്. മദീനയിലെ ചില അന്യപുരുഷന്മാർ രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങുന്ന സ്ത്രീകളെ പിന്തുടരാറുണ്ടായിരുന്നു. അവർ ചിലപ്പോൾ മുസ്ലിം സ്ത്രീകളെ ഉപദ്രവിക്കുകയും പിന്നെ പറയുകയും ചെയ്യും അവർക്ക് അറിയില്ലായിരുന്നു എന്ന്. അപ്പോഴാണ് അള്ളാഹു ഈ ആയത്ത് ഇറക്കിയത്. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ അർത്ഥം നോക്കാം. യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീഹിന്ന ദാലിക അദ്നാ അൻ യുഅറഫ്ന ഫലാ യുഅദൈന
വകാനല്ലാഹു ഗഫൂറൻ റഹീമ. നബിയെ, നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളായ സ്ത്രീകളോടും അവർ പുറത്തിറങ്ങുമ്പോൾ തങ്ങളുടെ മേൽ ജിൽബാബുകൾ താഴ്ത്തിയിടാൻ പറയുക. അങ്ങനെ ചെയ്യുന്നത് അവർ തിരിച്ചറിയപ്പെടാനും ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും ഏറ്റവും അനുയോജ്യമായതാണ്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോഴും അന്യപുരുഷന്മാരുടെ മുമ്പിലും വസ്ത്രം ധരിക്കേണ്ടതെന്ന്. ഈ ആയത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആർക്ക് വേണ്ടിയാണ്, നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഡ്രസ്സിടാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. സത്യവിശ്വാസികളോടാണ് അള്ളാഹു ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർ ഇത് അനുസരിക്കണം. അള്ളാഹുവിനെ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. സൂറത്തുൽ കാഫിറൂനിലൂടെ തന്നെ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാനും പറ്റും. ഇനി ഖുർആനിൽ ഹിജാബ് എന്ന വാക്ക് മെൻഷൻ ചെയ്തേക്കുന്നത് എന്തിനാണെന്ന് നോക്കാം. ഖുർആനിൽ ഒരുപാട് തവണ ഹിജാബ് എന്ന വാക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മീനിങ് ബാരിയർ, പാർട്ടീഷൻ, കർട്ടൻ എന്നൊക്കെയാണ്. അതായത് ഒരു മറ, അല്ലാതെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹെഡ് കവറിങ്ങോ ഒന്നിനെയുമല്ല ഖുർആനിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഹിജാബ് എന്ന വാക്ക് സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ആയത്ത് ഇറക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സൈനബ് റളിയല്ലാഹു അൻഹയുടെയും വിവാഹത്തിൻ്റെ സന്ദർഭത്തിലാണ്. ആ സമയത്ത് വിവാഹത്തിന് വന്ന അതിഥികൾ അവിടെ തന്നെ ഒരുപാട് നേരം സംസാരിച്ചു കൊണ്ട് സമയം ചിലവഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് വല്ല സാധനവും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് മറയുടെ പിന്നിൽ നിന്ന് ചോദിച്ചു കൊള്ളുക. ഈ മറയെ സൂചിപ്പിക്കാനാണ് ഹിജാബ് എന്ന വാക്ക് ഈ ആയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നിങ്ങളോട് ആരെങ്കിലും എന്തിനാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത്, വാട്ട് ഈസ് ദി പോയിന്റ് ഓഫ് വിയറിങ് ദീസ് ഡ്രസ്സസ് എന്നൊക്കെ ചോദിച്ചാൽ ആൻസർ പറയാൻ അറിയാമല്ലോ. ഞാൻ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു. അള്ളാഹുവിനെ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും എൻ്റെ ചോയ്സാണ്. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അള്ളാഹുവിനെ വിശ്വസിക്കണമെന്നാണ്. ഏത് ചോയ്സ് തിരഞ്ഞെടുക്കണമെന്നുള്ള ഫ്രീഡം എനിക്കുണ്ട്. അള്ളാഹുവിനെ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അള്ളാഹു എൻ്റെ പ്രൊട്ടക്ഷനും കംഫോർട്ടിനും വേണ്ടി പറഞ്ഞിരിക്കുന്ന ഡ്രസ്സ് ഞാൻ ധരിക്കുന്നു. നമ്മൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ ധരിക്കുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കേണ്ടി വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഞാൻ എൻ്റെ +1 പഠിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റായിട്ട് ഈ ക്വസ്റ്റ്യൻ കേൾക്കുന്നത്. അത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബോയ് എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, എന്തിനാണ് ഇങ്ങനെ ഹിജാബ് ഇടുന്നത്, ഞങ്ങൾ ബോയ്സ് എന്തെങ്കിലും ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന്. ഞാനങ്ങനെ പൊതുവേ എൻ്റെ ക്ലാസ്സിലുള്ളതായാലും കോളേജിൽ പഠിക്കുമ്പോഴായാലും ബോയ്സിൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കാറില്ല. എൻ്റെ അടുത്ത് ചോദിച്ചാലും ഞാൻ അങ്ങനെ വലുതായിട്ട് റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല. അപ്പോൾ അന്ന് ഞാനിങ്ങനെ കേട്ട് കളഞ്ഞു, അത്രയേ ഉള്ളൂ. ഇത് നോൺ മുസ്ലിം തന്നെയായിരുന്നു. പിന്നെ ഞാൻ കോളേജ് 2nd ഇയർ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള മുസ്ലിം കുട്ടിയാണ് പറയുന്നു, പള്ളിയിൽ പോകാൻ വന്നു എന്ന്. ഇതെല്ലാം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ അപ്പോഴൊന്നും റിപ്ലൈ കൊടുക്കത്തില്ലായിരുന്നു. എന്ത് വസ്ത്രം ധരിക്കണമെന്നുള്ളത് നമ്മുടെ ഫ്രീഡമാണ്. അതിൽ മറ്റുള്ളവർക്ക് കമൻറ്റ് ചെയ്യാൻ ഒരു ഫ്രീഡവും ഇല്ല. ഇപ്പോൾ ഏത് മതമായാലും മറ്റുള്ളവരെ വിഷമിപ്പിക്കാത്ത മനുഷ്യരാണ് നല്ല മനുഷ്യർ. ഖുർആൻ അനുസരിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ എങ്ങനെയാണ് മുസ്ലിം സ്ത്രീകൾ ഡ്രസ്സ് ധരിക്കേണ്ടതെന്ന് ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളും ഈ ആയത്തുകൾ എടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമുക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും എപ്പോൾ മുതലാണ് സ്ത്രീകൾ ഇങ്ങനത്തെ ഡ്രസ്സ് ധരിക്കേണ്ടത് എന്ന്. ഒരു പെൺകുട്ടിക്ക് തൻ്റെ ഔറത്തുകളെക്കുറിച്ച് എപ്പോൾ തിരിച്ചറിവ് ലഭിക്കുന്നോ അപ്പോൾ തൊട്ട് ആ പെൺകുട്ടി അള്ളാഹു പറഞ്ഞതുപോലെ ഡ്രസ്സ് ധരിക്കണം. നോർമലി ഒരു 10 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും സാധാരണ കുട്ടികൾക്ക് ഇങ്ങനെ തിരിച്ചറിവൊക്കെ വരുന്നത്. അപ്പോൾ തൊട്ട് അവരും അള്ളാഹു പറഞ്ഞതുപോലെ ഡ്രസ്സ് ധരിക്കണം. എൻ്റെ അടുത്ത് എപ്പോഴും കമൻറ്റിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എൻ്റെ ദുആ ബുക്ക് കാണിച്ച് തരുമോ എന്ന്. ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ ദുആ ബുക്ക് വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ദുആ ബുക്ക്. ഇതിൽ ഞാൻ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധനം വാങ്ങുമ്പോഴൊക്കെ കിട്ടുന്ന ബ്രൗൺ കളർ കവറില്ലേ, അതാണ് ഞാൻ ഇതിൽ ബൈൻഡ് ചെയ്യാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ അക്രിലിക് പെയിൻറ്റിൽ പിങ്ക് കളർ അടിച്ച് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. ഫസ്റ്റ് പേജിലൊരു ലെറ്ററാണ്. പിന്നെ ഞാൻ ഓരോ ഇസ്ലാമിക് മന്തും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റും പിന്നെ നോമ്പ് പിടിക്കാനുള്ളൊക്കെ ഡേറ്റൊക്കെ എഴുതി വെച്ചേക്കുന്നതാണ് അടുത്ത പേജിൽ. പിന്നെ ഞാൻ അടുത്ത പേജുകളിൽ ദുആ, ഹദീസുകളിൽ നിന്ന് പഠിച്ചിരിക്കുന്ന ദുആകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്തതിൽ ഖുർആൻ ജേർണലിങ് ചെയ്യാൻ നേരത്തും അള്ളാഹുവിൻ്റെ അടുത്ത് ലെറ്റർ എഴുതുന്നതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് അടുത്ത പേജിൽ. പിന്നെ അത് കഴിഞ്ഞിട്ടും ദുആകളൊക്കെ തന്നെയാണ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഹദീസുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ദുആ ബുക്കിൽ. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ചതാണിത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.